പ്രൈസ് ലോർഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ കരുതി നടത്തി പരിപാലിച്ചു. ദൈവത്തിന് മാറ്റമില്ലാതെ വചനം കേൾപ്പാനായിട്ട് ദൈവം നമുക്ക് നൽകി തരുന്ന അവസരം, അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. കാരണം ഓരോ പ്രാവശ്യവും ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇതാണ്. കാരണം ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണ്. നമ്മൾ ഈ മറഞ്ഞു കിടക്കുന്ന എല്ലാ മരണശക്തികളെയും പാപപ്രമാണങ്ങളെയും നീക്കിക്കളഞ്ഞ് നമ്മളിൽ ജീവൻ പകരുവാനും നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സിനെ നമ്മളിൽ നിറയ്ക്കുവാനും നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. മാത്രമല്ല, ഈ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്ന് നമ്മളെ 119 സങ്കീർത്തനത്തിൽ പറയുന്നു. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ വചനത്തിനോട് നമ്മളൊന്നും കൂട്ടണ്ട, കുറയ്ക്കണ്ട. ആ വചനമായി തീരാനുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകം നമ്മൾ പലയിടങ്ങളിൽ നിന്നൊക്കെ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം, അതിനൊരു പ്രവൃത്തി ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ തിരുവെഴുത്തുകൾക്കും ദൈവ ഹൃദയത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമുണ്ട്, വ്യാഖ്യാനമുണ്ട്, അതിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഓരോ ദൈവമക്കളും ദൈവത്തോട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിപ്പാൻ എന്നെ സഹായിക്കണമേ. അതിന് തടസ്സം നിൽക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളും കോട്ടകളും വാദമുഖങ്ങളും അറിവുകളിൽ നിന്നൊക്കെ എന്നെ മാറ്റി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി എന്നെ മാറ്റണം എന്നായിരിക്കണം നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥന. കാരണം ദൈവം എല്ലായ്പ്പോഴും നോക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ എഴുതപ്പെട്ട ആത്മാവിൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ ആണ് ഓരോ വചനങ്ങളും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മളെ വിശുദ്ധിയിൽ വളർത്തുന്നത്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുന്നത്, നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്നത് പോലെ നമ്മളിൽ വലിയ മാറ്റം, വലിയ രൂപാന്തരം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരുന്നത് ഇതുകൊണ്ടാണ്. ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പറയുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നെങ്കിലും അവർ ആ വചനത്തെ ഒരു വിരൽ കൊണ്ട് പോലും അവർ എന്ത് ചെയ്യുന്നില്ല, തൊടുന്നില്ല. അല്ലെങ്കിൽ ആ വചനം ഒന്നും അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായിട്ട് അവർക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല. വചനം പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ വചനം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഈ വചനം പഠിപ്പിക്കാനുള്ളതല്ല, വചനം നമ്മളിൽ ജീവനായി തീർന്നിട്ട് നമ്മളിലൂടെ ജീവനാണ് വെളിപ്പെടേണ്ടത്. അങ്ങനെയുള്ളൊരു പഠിപ്പിക്കലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരു പറച്ചിലിൽ, പഠിപ്പിക്കലിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവിടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചോളും. അതുകൊണ്ട് യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, അവൻ നിങ്ങളെ ശാസ്ത്രിമാരെ പോലെ പരീശന്മാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടാണ് വചനം പഠിപ്പിച്ചത്. ഇതേ അധികാരത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് വചനം പറയണമെങ്കിൽ, അധികാരം ഉണ്ടാവണമെങ്കിൽ ആ വചനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണം, അതനുസരിക്കണം. ആ വചനത്തിന്റെ ജീവൻ നമ്മളിൽ ഉണ്ടായി വരണം. അങ്ങനെ വരുമ്പോഴാണ് പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മൾ വിളിക്കുന്നത്. സ്വർഗത്തിലെ മഹിമകളെല്ലാം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക്, താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്തത്. നാം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മാതൃക കാണിച്ചു തരുവാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ ദൈവം തന്നെ ജഡധാരിയായി പാപമില്ലാത്തവനായി വന്നിട്ട് നമുക്ക് മാതൃക കാണിച്ചു തരികയാണ് ചെയ്തത്. ആ മാതൃകയെ നോക്കാതെ മറ്റെന്തെങ്കിലും നോക്കിയിട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദൈവ വഴിയിലല്ല ആ വ്യക്തി പോകുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ മറ്റൊരു യേശുവും മറ്റൊരു സുവിശേഷവും മറ്റൊരു ആത്മാവും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് എന്താണ് സുവിശേഷം എന്നാണ് കേട്ടത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണ് യഥാർത്ഥത്തിലുള്ള തേജസ്സിന്റെ സുവിശേഷം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവകൃപയിൽ അത് പറയാനായിട്ട് ഇടയായി തീർന്നു. കാരണം സത്യസുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വീണ്ടും ജന്മം ഉണ്ടാകത്തുള്ളൂ. ജനിക്കാത്തൊരു കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും വളർത്താൻ പറ്റത്തില്ല. നേരുപങ്കും വിശ്വാസികൾ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിലുള്ള ഒരു വീണ്ടും ജനനം പ്രാപിക്കായിക കൊണ്ട് അവർക്ക് വളർച്ചയില്ല.
അവർ അവരുടെ മനസ്സുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ കെടാത്തതും നിലനിൽക്കുന്ന ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദൈവവചനത്തിന്റെ കേൾവിയും ആ വ്യക്തിയെ അതിന്റെ അനുസരണത്തിൽ കൂടി നടത്തി. ഓരോ വചനത്തിന്റെ കേൾവിയും മാലിന്യമില്ലാത്ത പാല് പോലെ, ഓരോ വചനത്തിന്റെ കേൾവിയും കട്ടിയായുള്ള ആഹാരം പോലെ ആ വ്യക്തിയുടെ അകത്തെ ആത്മീയ മനുഷ്യനെ വളർത്തുന്നതായിരിക്കും. അങ്ങനെ വളർന്നു വരുന്ന ഓരോ വ്യക്തികൾ പുത്രനായ യേശുവിന്റെ അതേ സ്വരൂപത്തോട് അനുരൂപമായി തീരുകയും അങ്ങനെയുള്ളവരെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ സഹായിച്ച ദൈവവചനങ്ങൾ എന്ന് പറയുന്നത് റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. അവനെ ഹൃദയത്തിൽ കൈക്കൊള്ളണം. യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്നു. ഒരു പാപമില്ലാത്തവനായി ദൈവ ആ വ്യക്തിയെ കാണുന്നു. റോമലേഖനത്തിൽ അത് പറയുന്നുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവമായിട്ട് നിരപ്പില്ലാതിരുന്ന ശത്രുക്കളായിരുന്ന നമ്മളെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമായിട്ട് നിരപ്പിച്ചു, സമാധാനത്തിലാക്കി. അപ്പൊ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാതിരുന്ന മനുഷ്യർക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തത്സമയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാനായിട്ടാണ് ദൈവം വഴി തുറന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഴയ ഉടമ്പടി പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം അതിവിശുദ്ധ പരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ താനൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് താൻ മരിച്ചു പോകും. തൻ്റെയും തൻ്റെ കുടുംബത്തിന്റെയും എല്ലാവരുടെയും പാപപരിഹാരത്തിന് വേണ്ടി ദൈവവചനം പറയുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് എല്ലാ കൃത്യതയോടുകൂടെ ചെയ്ത് ഊനമില്ലാത്തൊരു ആടിന്റെ രക്തവുമായിട്ട് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുകയാണ്. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ തേജസ് വസിക്കുന്നത്. ആ തേജസ്സിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളിലെ പാപപരിഹാരത്തിന് വേണ്ടി രക്തം അവിടെ തെളിച്ച് അവരുടെ പാപത്തിന്റെ ആ വർഷത്തെ അല്ലെങ്കിൽ ആ പാപത്തിന്റെ കറകളെല്ലാം കർത്താവ് ക്ഷമിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവ് നൽകി അവിടെ നിന്ന് ജീവനോടെ പുറത്തോട്ട് വരണം ആ വ്യക്തി. അവിടെ മരിച്ചുപോയാൽ ആ വ്യക്തിയെ അവിടെ ചെന്ന് എടുക്കാൻ പോലും ഒരാൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കയറൊക്കെ കെട്ടി, അരയിലൊരു കയറൊക്കെ കെട്ടിയിട്ടാണ് ആ വ്യക്തി അങ്ങോട്ട് കടന്നു പോകുന്നത്. കനത്ത പുകയും ധൂപവർഗങ്ങളുടെ പുകയൊക്കെ ആയിട്ടാണ് അവിടേക്ക് പോകുന്നത്. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലുവാൻ സാധിച്ചിരുന്ന ആ സ്ഥലത്തോട്ട് യേശുക്രിസ്തു തന്റെ തകർക്കപ്പെട്ട ശരീരത്തിൽ കൂടി നമുക്ക് ആ ഒരു ജീവനുള്ള പുതിയ വഴിയാണ് നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. ആണ് എബ്രായ ലേഖനകർത്താവ് വന്നത് പറഞ്ഞത്, തത്സമയം കരുണ ലഭിപ്പാൻ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു ജീവനുള്ള പുതിയ വഴി സ്വർഗത്തിലെ ദൈവം തന്റെ മക്കൾക്കായി ഒരുക്കി. പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ, ഒരു പാപം വരുമ്പോൾ, നമ്മളുടെ മനസ്സ് പിന്നെയും നമ്മളെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നിരാശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ചു താഴ്ത്തിക്കിടാൻ ശ്രമിക്കുമ്പോൾ, അവിടെയാണ് ദൈവവചനം പറയുന്നത്, തത്സമയം കരുണ, തത്സമയം കൃപ. എന്ത് പറഞ്ഞതിനർത്ഥം, ഞാൻ ചെയ്തു പോയ ആ തെറ്റിന് കർത്താവിന്റെ കരുണ വേണം. ആ കരുണയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാടിനെ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു എന്ന് പറയുന്നത്. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിക്കുന്നത് വരെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ യേശു കർത്താവ് തത്സമയം കരുണ ലഭിക്കാൻ കൃപാസനത്തിലേക്ക് പോകാന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, പാപം ചെയ്തിട്ട് പോകേണ്ട കാര്യമല്ല അവിടെ പറയുന്നത്. ഇനി ഒരു പാപം ചെയ്താൽ അതിനാണ് കരുണ. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃപ. നമ്മളിലുള്ള പല മുറുകെ പറ്റുന്ന പാപങ്ങളും പലപ്പോഴും നമ്മളെ
പാപം ചെയ്തിട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് ആദ്യ നാളുകളിൽ കൊണ്ടുപോകുക. എന്നാൽ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ആ യേശു പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ കാഴ്ച അതെന്റെ ഹൃദയത്തിൽ പതിയുമ്പോൾ പിന്നീട് പാപത്തിലേക്ക് പോകുകയല്ല ചെയ്യുന്നത്. പാപം എന്നെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തത്സമയം കർത്താവേ, ഈ പാപത്തിൽ വീഴാതെ എന്നെ സൂക്ഷിക്കണമേ, നിന്റെ കൃപ എന്റെ മേൽ പകരണമേ, ഞാൻ ബലഹീനനാണ് കർത്താവേ, ഈ പാപം എന്നെ വീഴ്ത്തിക്കുന്നു, ഇതെന്നെ മുറുകെ പറ്റിയിരിക്കുകയാണ് കർത്താവേ, ഈ പാപത്തെ എന്നെ വിടുവിക്കണമേ എന്നുള്ള ഒരു വ്യക്തിയുടെ ഹൃദയപൂർവ്വമുള്ള പ്രാർത്ഥന തള്ളിക്കളയുന്നതല്ല നമ്മുടെ കർത്താവ്. നമുക്ക് തുല്യനായി സകലത്തിലും അവൻ പരീക്ഷ അനുഭവിക്കപ്പെട്ടു, എങ്കിലും അവൻ പാപം ചെയ്തില്ല എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നത്. പല സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും വീഴുന്ന സമയത്ത് കുറ്റബോധത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്, തൽസമയം കരുണ ലഭിപ്പാൻ കൃപാസനത്തിങ്കിലേക്ക് കടന്നു ചെല്ലുവാൻ ജീവനുള്ളൊരു പുതിയ വഴി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആ വചനത്തെ കുറിച്ച് അത്ര വലിയ ബോധ്യമില്ലെന്നൊരു എബ്രായ ലേഖനം എടുത്താട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ സിറ്റിംഗിൽ ആരെങ്കിലും വായിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണേ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കണ്ടോ, ഇവിടെ പറയാണ്, നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല. നമ്മുടെ അവസ്ഥകൾ അറിയാം, നമ്മൾ ബലഹീനതകൾ അറിയാം, നമ്മൾ വീണെടുക്കുന്ന അവസ്ഥകളെ അറിയാം, നമ്മൾ ഏതൊക്കെ പാപങ്ങളാണ് മുറുകെ പറ്റുന്നതെന്ന് ഇതിനറിയാം. അറിയാമെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല. ആ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്നും, നമ്മളായിരിക്കുന്ന കുഴിയിൽ നിന്നൊക്കെ നമ്മളെ കരകയറ്റി, നമ്മളെ വിശുദ്ധീകരിച്ച്, നമ്മളെ ആ ദൈവനീതിയുടെ ബോധ്യത്തിൽ നമ്മളെ വഴി നടത്തി, ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയാക്കി നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന വലിയ ദൈവപ്രവൃത്തിയാണ് ദൈവം നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു കാര്യത്തിന്റെ ഒരു ബോധ്യം, ഒരു പ്രകാശനം നിങ്ങൾക്ക് കിട്ടിയാൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും എന്നെ കുറ്റബോധമുള്ളൊരു മനസ്സിനുടമയാകത്തില്ല. നിങ്ങൾ മറിച്ച് പാപത്തെ ജയിക്കുന്ന ഒരു ജയാളിയായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുക. കാരണം ഇവിടെ പറയുന്ന 2 കാര്യം നമ്മൾ ഹൃദയത്തിലോട്ട് കയറണം. അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ. എന്തിനാ കരുണ? ദൈവമേ, നിനക്കൊരു കരുണ തോന്നണം എന്ന് നമ്മൾ എന്തിനാ പറയുന്നത്? ചെയ്തു പോയൊരു പാപം എന്റെ മുമ്പിൽ കിടക്കുകയാണ്, ആ പാപത്തിനൊരു ശിക്ഷയുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത് ഓരോരോ ലംഘനത്തിനും തക്കതായ ശിക്ഷ ഉണ്ട്. അത് മറന്നു പോകരുത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോ പാപത്തിനും, അറിയാതെ കണ്ട് ചെയ്യുന്ന പാപത്തിനും ശിക്ഷയുണ്ട്. ആര് ചെയ്താലും ശിക്ഷയുണ്ട്. പലപ്പോഴും ആ ശിക്ഷ നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. പലവിധമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടി, പ്രയാസത്തിൽ കൂടി, അല്ലെങ്കിൽ നഷ്ടങ്ങളിൽ കൂടി ഒക്കെ പോകുമ്പോൾ അത് ഈ ശിക്ഷയാണ്, കോമ്പൻസേഷനാണ്. നമ്മൾ ചെയ്ത ഓരോരോ ശിക്ഷ, ചെയ്ത തെറ്റിന്റെ ശിക്ഷ, അങ്ങനെയാണ് പല ഇതിൽ കൂടി പോകുന്നത്. അതിന് ബാലശിക്ഷ എന്നൊക്കെ വചനം പറയുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥ മാറിയിട്ട്, ഒരു ശിശു ചിലപ്പോൾ അങ്ങനെയൊക്കെ വീഴുമായിരിക്കാം. എന്നാൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ വീണും എഴുന്നേറ്റ് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, പാപത്തെ ജയിക്കുന്ന വ്യക്തിയായിട്ട്, പാപത്തെ കാൽ കീഴെ മെതിക്കുന്ന വ്യക്തിയായിട്ട്, ഒരു ജയാളിയായ ജീവിതം ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് 100% സാധ്യമാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വ്യക്തി അത് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അതിലേക്ക് നടത്തും. അപ്പോൾ പറയാം, തത്സമയം അതുകൊണ്ട് കരുണ ലഭിക്കുവാനും, കർത്താവെ, ഞാൻ ചെയ്തു പോയിട്ടുള്ള ആ പാപം ഞാൻ അങ്ങോട്ട് ഏറ്റുപറയുന്നു. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും പാപം ഏറ്റുപറയാതെ ദൈവത്തിന് കരുണ ലഭിക്കത്തില്ല.
നമ്മൾ ഏറ്റുപറയണം. എന്താണ് തെറ്റ് ചെയ്തതെന്ന് അത് അങ്ങനെ തന്നെ ഏറ്റുപറയണം. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്ന സമയത്ത് ഈ പലപ്പോഴും നമ്മൾ പള്ളിയിലൊന്നും പോയി കുമ്പസാരിക്കില്ല. കാരണം പരിചയമുള്ള അച്ഛനാണെങ്കിൽ പിന്നെ അച്ഛനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അടുത്ത പള്ളിയിലൊക്കെ പോയിട്ട് കുമ്പസാരിക്കും. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് പറയാൻ 2-3 കാര്യമുള്ളൂ. അമ്മ പറഞ്ഞ അനുസരിച്ചില്ല, അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ടുണ്ട്, ഇടി കൂടിയിട്ടുണ്ട്, അനിയനായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്, ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ഉള്ളത്. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഇനി പള്ളിയുമായിട്ടോ അച്ഛനുമായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമ്മൾ അവിടെ പോകത്തില്ല, വേറെ സ്ഥലത്തോട്ട് പോകും. കാരണം ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, നമ്മൾ പറയേണ്ടത് എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് കർത്താവിനോട് പറയണം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് ഞാൻ ഇന്ന പാപം ചെയ്തു, എന്നോട് ആ പാപം ക്ഷമിക്കണമേ. കർത്താവെ, ആ പാപം എൻ്റെ ഉള്ളിൽ വാഴുന്നു, എന്നെ ജയിക്കാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ കൃപ എൻ്റെ മേൽ പകരണം കർത്താവെ എന്ന് നമ്മൾ കർത്താവിനോട് പറയുമ്പോൾ, കർത്താവ് കരുണയുള്ളവനായതുകൊണ്ട് ദൈവം നമ്മുടെ മേൽ കരുണ കാണിക്കും. കാരണം മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ, ആ ജഡ്ജി ആവുന്ന പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പുത്രൻ ഇന്ന് നിൽക്കുകയാണ്. നമ്മളത് പറയുമ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുകയും ആ പാപത്തെ ക്ഷമിക്കാനായിട്ട് ദൈവം സഹായിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത് പറയുന്നത്, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കണം. ഇനി ഇതേ പാപം ഇപ്പോഴും ഉള്ളിലുണ്ട്, അത് പോയിട്ടില്ല. ഇതിപ്പോ ചെയ്ത പാപത്തെ ഏറ്റു പറഞ്ഞിട്ടേ ഉള്ളൂ. ആ പാപത്തിന്റെ ശക്തി, ആ പാപം ചെയ്യുന്ന അശുദ്ധാത്മാവ്, ഭൂതം, അല്ലെങ്കിൽ ആ തിന്മയുടെ ആത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഏറ്റുപറഞ്ഞ് നീക്കി കളയാത്ത പാപം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇനി എന്ത് ചെയ്യും? ആ പാപം ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെയും പൊങ്ങി വരും. ഇനി പൊങ്ങി വരുമ്പോൾ വീണ്ടും ആ പാപം ചെയ്യാന്നുള്ളതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ അതിനാ പറയുന്നത്, കണ്ടോ, സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെല്ലുക. പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, ആ പാപത്തിന്റെ ആ ശക്തി നമ്മളെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കൃപ എൻ്റെ മേൽ പകരണമേ. എന്നെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ബന്ധങ്ങളിൽ എന്തിലാണോ പാപം എന്നെ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്, കാഴ്ചയിൽ, അതിനെ അപ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ഏറ്റുപറഞ്ഞ്, കർത്താവേ നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ. മാത്രമല്ല, എന്നെ അതിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ആ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? ശാസിക്കണം. ഇരുട്ടിന്റെ ആത്മാവേ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അവകാശമില്ല. ഞാൻ പൂർണ്ണമായും യേശുവിൻ്റെതാണ്. യേശുവിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുക്കപ്പെട്ടതാണ്. നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ നിന്നെ തള്ളി പറയുന്നു, നീ എന്നെ വിട്ടുപോകാൻ പറയണം. മനസ്സിലായോ? അങ്ങനെ പറയുമ്പോൾ ആ ശക്തി നമ്മളെ വിട്ടുപോവുകയും ആ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ആ ശക്തി ക്ഷയിക്കുകയും ദൈവത്തിന്റെ കൃപ നമ്മളെ അതിനെ ജയിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചിന്തകളിലുണ്ട്, പ്രവൃത്തികളിലുണ്ട്, നോട്ടത്തിലുണ്ട്, ബന്ധങ്ങളിലുണ്ട്, യാത്രകളിൽ, അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് ഓടിക്കാൻ പോകുമ്പോൾ ABC എന്ന് പറഞ്ഞാൽ ആദ്യം പഠിപ്പിച്ചു അല്ലെ? ആക്സിലേറ്റർ അല്ലെ, ബ്രേക്ക്, ക്ലച്ച് അല്ലെ? ആദ്യം ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ടൊക്കെ നോക്കുമ്പോൾ ആശാൻ പറയും നോക്കരുത്, പറഞ്ഞൊക്കെ പഠിപ്പിക്കും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇത് മനസ്സിലാവും. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയത്തു പോലുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഏറ്റുപറയണം, കരുണ ലഭിക്കണം, കൃപ ലഭിക്കണം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ആദ്യം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലൊന്ന് സംഗ്രഹിക്കണം. എങ്ങനെയാണ് ദൈവം ഒരു വീണ്ടും ജന്മം പ്രാപിച്ച പൈതലിനെ എങ്ങനെയാണ് വളർന്നു വലുതാകാനായിട്ട് സഹായിക്കുന്നതെന്ന് അറിയണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടോ, സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടോ, കർത്തൃമേശ എടുത്തു പറയുന്നത് കൊണ്ടോ ഒരു വ്യക്തി വളരത്തില്ല. വളരണമെങ്കിൽ വളർച്ച മുരടിപ്പിക്കുന്ന ശക്തികളെ ജയിക്കണം. ആ ശക്തികൾ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്, ദേഹിയിൽ ഇരിപ്പുണ്ട്. മനസ്സിലായോ? ആ ശക്തിയെ ജയിക്കുമ്പോഴാണ് ഒരു വ്യക്തി വളരുന്നത്, ആത്മീയ മനുഷ്യൻ വളരുന്നത്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കാര്യമാണ്. അപ്പോ നമ്മൾ ഏത് വിധേനയും വീഴ്ത്തിക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ പാപം ചെയ്ത് വീണു പോകുമ്പോൾ, ഈ കാര്യം മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെ കൃത്യതയോടുകൂടെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മുടെ കാഴ്ചകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മൊബൈൽ ഫോണുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പലവിധമായ സംഭവങ്ങളുണ്ട്.
അപ്പോ പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പാപത്തിന്റെ പല സ്വാധീനങ്ങളും ചിന്തയിൽ വരുമ്പോൾ അത് അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് നീക്കം ചെയ്യാം. കർത്താവെ, ഒരു പാപത്തിന്റെ ചിന്ത എന്നെ ഉള്ളിൽ വന്നെങ്കിൽ അതിനെ കർത്താവെ നിന്റെ രക്തത്താൽ കഴുകണമേ. അതിന്റെ സ്വാധീനങ്ങൾ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടതോ കേട്ടതോ അതിന്റെ എന്തെങ്കിലും എന്നിൽ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ നീക്കം ചെയ്യുന്നു കർത്താവെ. യേശുവേ, നിന്റെ രക്തത്താൽ എന്റെ ചിന്താമണ്ഡലങ്ങളെ കഴുകണമേ. ദോഷം കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ള യഹോവയുടെ കണ്ണുകളെ പോലെ എന്റെ കണ്ണുകളെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ആ പാപത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ നീങ്ങിപ്പോവുകയും അങ്ങനെ അശുദ്ധമായതൊന്നും കാണാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മൾ ചിന്തിക്കുന്ന ഒരു കുഞ്ഞും, നിങ്ങൾ ചിന്തിച്ചേ, ഈ ലോകത്ത് ജനിച്ചു വളർന്ന ഒരു ജീവിയുടെ കുഞ്ഞാവട്ടെ അല്ലെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞാവട്ടെ ഒരിക്കലും തനിയെ വളർന്നിട്ടില്ല, ഒരിക്കലും വളരത്തുമില്ല. ഒരു കുഞ്ഞും വളരത്തില്ല. ഒരു മൃഗത്തിന്റെ കുഞ്ഞും തനിയെ വളരത്തില്ല. ഒരു പക്ഷിയുടെ കുഞ്ഞും തന്നെ വളരത്തില്ല. അതിന് എത്രമാത്രം കെയർ ചെയ്തിട്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്, അല്ലെ? ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ആത്മീയ മനുഷ്യനെ കുറിച്ചും. ചുമ്മാ വളർത്തുന്നില്ലത്. ആളുകൾ വിചാരിച്ചിരുന്നത് താളത്തിൽ കൈയടിച്ചാൽ, സ്വോത്രകാഴ്ച കൊടുത്താൽ, കഞ്ഞി കുടിച്ചാൽ അല്ലെങ്കിൽ പ്രൈസലോട് പറഞ്ഞാൽ വളരുന്ന, ഇത് അങ്ങനെയൊന്നും വളരത്തൊന്നുമില്ലത്. വളരണമെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഇതിനെ മനസ്സിലാക്കണം, സാഹചര്യങ്ങളുടെ നടുവിൽ ഇതിനെ അപ്ലൈ ചെയ്യണം, ദൈവകൃപയിൽ ആശ്രയിക്കണം. ദൈവം എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ജയിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഓരോ ദിവസവും ക്ലെൻസിങ്ങിൽ കൂടി കടന്നുപോയി ജയാളിയായിട്ട് നിൽക്കുന്നത്. ആ വ്യക്തി തൊടാൻ ഒരാൾക്കും പറ്റത്തില്ല. കാരണം തൊടാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി വചനം പറയുന്നത് ഇങ്ങനെ, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പിശാച് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു സംഭവം പോലെ അല്ല. പിശാച് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷകനാണ്, മാറ്റുനോക്കുന്നവനായിട്ട് ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യുകയോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഏദൻ തോട്ടത്തിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം വെച്ചിട്ട് അത് തിന്നരുത് എന്നുള്ളൊരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അല്ലേ അത് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു പരീക്ഷകനെ ദൈവം വെച്ചിരിക്കുകയാണ്. ആ പരീക്ഷകൻ പല സാഹചര്യങ്ങളിൽ നമുക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തരുന്നു. നമ്മുടെ ഫ്രീ വില്ലിൽ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുന്നു, അതിനുള്ള അവസരങ്ങളെ ഒരുക്കി തരുന്നു. പിശാചി എന്ന കാര്യം അതാ. അതുകൊണ്ട് വചനം പറയുന്നത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം. ആരും കാണില്ലെന്ന്, ആരും കേൾക്കില്ലെന്ന്, ആരും അറിയില്ലെന്ന്. ആരറിയാനാ? നീ മാത്രമല്ലേ ഉള്ളൂ, ഞാനും നീ മാത്രമല്ലേ ഉള്ളൂ. നീ നോക്കി എവിടെ വല്ലവരുണ്ടോ? ആരില്ല, ആരും കാണത്തില്ല. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളൊരു ബോധം ഒരു വ്യക്തിക്ക് അവന്റെ ഹൃദയത്തിൽ എപ്പോൾ വെളിച്ചമായി വരുന്നോ അന്ന് മുതൽ ആ വ്യക്തി പാപത്തെ വെറുക്കുവാനും പാപത്തെ ജയിക്കാനും തുടങ്ങും. മനസ്സിലായോ? അങ്ങനെയാണ് ഒരു വ്യക്തി പാപത്തെ, യോസഫിന്റെ അടുത്ത് പാപം ചെയ്യാനായിട്ട് പോത്തിഫറിന്റെ ഭാര്യ പ്രേരിപ്പിച്ചപ്പോൾ, അവിടെ പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ അവിടെ എന്താ ചെയ്തത്? ജോസഫ് ചെയ്ത് പറയുന്ന, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ആരുമില്ല, ആരും അറിയില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവന്റെ വസ്ത്രം പോലും അവിടെ വലിച്ചെടുത്തപ്പോൾ അവൻ നഗ്നനായി ഓടിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാപത്തെ വിട്ടോടുകയാണ്. കാരണം അവിടെ നിന്നാൽ പാപത്തിൽ വീണു പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അവൻ ഓടി. അത് അവനെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും അവനെ കാണുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ യോസഫിനെ ദൈവം ഏറ്റവും ഉയർത്തി. ഞാൻ പറയുന്നത്, പാപത്തെ ജയിക്കുന്ന ഒരു ജീവിതം ഒരു വ്യക്തിയെ ഉയർത്തും, നിത്യതയിലേക്ക്, തേജസ്സിലേക്ക്, വിശുദ്ധിയിലേക്ക്, സ്വർഗീയ പദവിയിലേക്കൊക്കെ ഉയർത്തും. അപ്പൊ ഇതൊരു ബന്ധമാണ് പ്രിയമുള്ളവരെ. നമുക്ക് എപ്പോഴും അപ്പന് അമ്മയ്ക്ക് മക്കളെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും, ഭാര്യയ്ക്ക് എല്ലായ്പ്പോഴും ഭർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും, ഭർത്താവിന് ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ആർക്കാരും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്, അത് കർത്താവാണ്. മനസ്സിലായോ? അവന്റെ കണ്ണിനെ മറച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നീയുമായി കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കാൽ ഉറച്ചു നിൽക്കുവോ? അപ്പോൾ അന്ന് കാൽ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് പലപ്പോഴും പലതും നിസ്സാരമായിട്ടൊക്കെ തോന്നും. ദൈവം അങ്ങനെ നിസ്സാരമായിട്ടല്ല കാണുന്നത്. നമ്മുടെ വചനം പറയുന്ന, പാപത്തോട് പോരാടേണ്ടതിന് നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്ന് പറയുന്നു. കർത്താവ് പറയുന്നുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിന് ചൂന്നെടുത്ത് കളയാം. കണ്ണ് ചൂന്നെടുത്ത് കളഞ്ഞാൽ, ഞാൻ ഇന്ന് യാത്രയിൽ എവിടെ വെച്ച് ചിന്തിച്ചൊരു കാര്യം, പാപം നിന്റെ ഇടം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ നിന്റെ കൈ വെട്ടിക്കളയുക. കൈ വെട്ടിക്കളഞ്ഞാൽ പാപം നീങ്ങിപ്പോകുമോ? കൈയാണോ പാപം ചെയ്യുന്നത്? എന്റെ കണ്ണാണോ പാപം ചെയ്യുന്നത്? കണ്ണല്ല പാപം ചെയ്യുന്നത്, എന്റെ കൈയല്ല പാപം ചെയ്യുന്നത്. ഒരു കൈ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് മോഷ്ടിച്ച് കഴിഞ്ഞാൽ കൈ വെട്ടിക്കളയും.
അപ്പൊ മോഷ്ടിക്കുന്നത് കൈയല്ല. അവർ വിചാരിച്ച കൈയാണ് മോഷ്ടിക്കുന്നത്. കൈയല്ല മോഷ്ടിക്കുന്നത്. മോഷ്ടിക്കുന്നത് അവന്റെ അകത്തുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? നിന്റെ ഇടം കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ നീ അതിനെ വെട്ടിക്കളയുക. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത് കൈ വെട്ടിക്കളയുന്ന കാര്യത്തെ കുറിച്ചല്ല, മറിച്ച് നിനക്ക് ആ ഇടർച്ച വരുത്തുവാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ നിന്ന് നീ ഒന്ന് മാറി നോക്കിയേ, അത് നിന്റെ കൈ വെട്ടിക്കളയുന്നത് പോലുള്ള ഒരു അനുഭവം നിന്റെ അകത്തുണ്ടാക്കും. മോഷ്ടിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ആ മോഷണം ചെയ്യാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്ന അവന്റെ ആ മനസ്സ്, അതിൽ നിന്നും അവൻ പിന്തിരിയുമ്പോൾ അതിന്റെ അസ്വസ്ഥത ഉണ്ടാകുന്ന കൈക്കാണ്. മനസ്സിലായോ? കണ്ണ് ഒരു സംഭവം കാണാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ, പാപത്തിലേക്ക് കണ്ണ് വശീകരിക്കുമ്പോൾ, ആ പാപത്തെ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അവന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നത് കണ്ണിനാണ്. കാരണം കണ്ണ് ആണ് കണ്ട് അതിന്റെ സുഖം ശരീരത്തിലോട്ട് നൽകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ കണ്ണാണ് നമ്മളെ അതിലേക്ക് പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തി അതിനെ ചൂഴ്ന്നെടുത്ത് കളയാ. പറഞ്ഞ ആ സാഹചര്യത്തിനെ നീ ജയിക്കണം. അത് നിന്റെ കണ്ണിനെ ചൂഴ്ന്നെടുന്ന് കളയുന്നത് പോലുള്ള ഒരു അനുഭവമായിരിക്കും. മനസ്സിലായോ? കാലിടർച്ച വരുത്തിയാൽ പറഞ്ഞിട്ട് താല്പര്യം ഇതാണ്, നമ്മൾ ആ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ഹൃദയം, ആ പാപത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന എന്റെ അകത്തിരിക്കുന്ന പാപത്തിന്റെ പ്രമാണം, നീ അതിനെ നീക്കിക്കളയും. അതിനെ നീക്കിക്കളയുമ്പോഴാണ് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത് നമുക്ക്. അപ്പോ ഈ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. വെട്ടിക്കളയാന്ന് പറഞ്ഞാൽ അത് നീക്കിക്കളയുന്ന, വെട്ടിക്കളയുന്ന ഒരു അനുഭവമാണ് നമ്മളെ ജീവന്റെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ക്ഷമിക്കത്തില്ല, എനിക്ക് പറ്റില്ല, ഞാൻ മറക്കില്ല, നമ്മൾ വളരെ ഹൃദയം കഠിനപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോ എന്റെ മനസ്സിൽ പറയാൻ വന്ന കാര്യം ഞാൻ മറന്നുപോയി. പിന്നീട് അത് പെട്ടെന്ന് ഓർമ്മ വന്നു. പറഞ്ഞതിന്റെ കാര്യം, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ക്ഷമിക്കില്ലെന്നും മറക്കില്ലെന്നും, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, അത് ഭയങ്കര ഭോഷത്വമാണ്. കാരണം ദൈവവചനം പറയുന്ന എല്ലാവരോടും സമാധാനം ആചരിച്ചിട്ടാണ് നീ ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കേണ്ടത്. ശുദ്ധീകരണം കൂടാതെ നീ കർത്താവിനെ കാണത്തില്ല. അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വ്യക്തിബന്ധങ്ങളിൽ ആ വ്യക്തിയോട് കയ്പും പകയുമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ശുദ്ധീകരണം ഉണ്ടാവത്തില്ല. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണത്തുമില്ല. അപ്പോ അകത്ത് ആ വ്യക്തിയോടുള്ള, അത് എക്സ് ഓർ വൈ ആരും ആവട്ടെ, ആ വ്യക്തിയോടുള്ള പകയും വെറുപ്പുമായി എൻ്റെ അകത്തിരിക്കുന്ന കാര്യത്തെയാണ് കർത്താവ് പറഞ്ഞത് അത് ഭിക്ഷയായി കൊടുക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പിൻ. മനസ്സിലാവുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ഭിക്ഷക്കാർക്ക് ഭിക്ഷ കൊടുത്തിട്ട് അയ്യോ അത്ര ഞാൻ ഭിക്ഷ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുന്നത്, സന്തോഷത്തോട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഇതായിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഈ സംഭവത്തെ, നമ്മുടെ അകത്തിരിക്കുന്ന സംഭവത്തെ അതുപോലെ നമ്മൾ നീക്കിക്കളയണം. അതേ ലാഘവത്തോടെ, അതേ താല്പര്യത്തോടെ. മനസ്സിലായോ? അകത്തുള്ളത് ഭിക്ഷയായി കൊടുക്കുക, എന്നാൽ നിങ്ങൾക്ക് സകലതും നന്നായി വരും എന്ന് പറയുന്നത് പോലെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അപ്പോ ഇവിടെ പറയാണ്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ, ആ ധൈര്യത്തോടെ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ പാപപരിഹാരത്തിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്നിരുന്നത് ഭയത്തോടെയാണ്. ഭയത്തോടും വിറയിലോടും കൂടിയാണ് ചെന്നിരുന്നത്. ഇവിടെയാണ് നമ്മളോട് പറയുന്നത് നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്കല്ല. എപ്പോൾ? വർഷത്തിലൊരിക്കലല്ല, ഏത് സമയത്ത് വേണമെങ്കിലും. ഇതാണ് ഈ ദൈവമായിട്ട് നമ്മളെ ആ ഒരു ബന്ധത്തിൽ ആക്കിയതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യേശുക്രിസ്തു വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകിയിരിക്കുകയാണ്. ജനിപ്പിച്ച അപ്പനെ വിളിക്കുന്ന പേരാണ് അബ്ബാ, പിതാവേ എന്ന്. നമ്മൾ ഈ വീണ്ടും ജനനം നൽകിയത് കെടാത്ത് നിലനിൽക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താല ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ആ സ്വർഗീയ പിതാവിനെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളാവട്ടെ, എന്താവശ്യങ്ങളാവട്ടെ, നമ്മൾ കർത്താവിനോട് അറിയിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം തരും. ഞാനിന്നൊരു വാക്യം, എന്നോട് ഇടപെട്ടൊരു വാക്യം, മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തില്, ഞാൻ ബൈബിൾ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇടപെട്ടൊരു വാക്യമാണ്. അത് നേരത്തെ ഒരു
ഒരു സമയത്ത് അത് ഇടപെട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ആവശ്യങ്ങളൊക്കെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അവിടെ പറയുന്നൊരു കാര്യം 11:24 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഓക്കെ, 11:24 മാർക്കോസ് 11:24. അവിടെ പറയുന്നത്, ഒന്ന് വായിച്ചാട്ടെ, 11:24. മതി മതി, അത്ര മതി, അത്ര മതി, അല്ല അത്ര മതി, അത്ര മതി, അത് മാത്രം മതി, ആ ഒരു വാക്യം മതി. നിങ്ങൾ എല്ലാവരും ഒന്ന് എടുത്തു വായിച്ചേ. 11:20. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വിശ്വസിക്കാൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് അതിൽ ഇടപെട്ട വാക്യം എന്തുവാ? ഓരോരുത്തരൊന്ന് പറഞ്ഞേ. നിങ്ങളെ വാക്യം ഒന്ന് വായിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞ ഓരോരുത്തർ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നമുക്ക് ആവശ്യങ്ങളുള്ളവരല്ലേ, ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരല്ലേ. നമ്മൾ എന്തോ പ്രാർത്ഥിക്കുന്നേ? ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയാണ്. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? എന്താ നിങ്ങളോട് അതിൽ ഇടപെട്ടത്? ആരെങ്കിലും പറയാമോ? നമ്മളോട് ഇടപെട്ടൊരു വാക്ക് ഏതാ? ശാന്തമായിട്ടൊന്ന് വായിച്ചിട്ട് പറഞ്ഞ ആരെങ്കിലും. എല്ലാവരും ഒന്ന് ഇൻവോൾവ് ആവട്ടോ. പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞാട്ടെ, എന്തോ നമ്മളോട് അതിൽ ഇടപെട്ടത്? ആരൊന്നും പറയുന്നില്ല. ശ്രദ്ധിക്കണേ, ഞാൻ പറയാമെന്ന് നിങ്ങളോട്. ഇവിടെ പറയാണ്, ഇവിടെ കർത്താവ് പറയാ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ? യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങളൊരു കാര്യം യാചിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. പക്ഷേ ഈ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ദൈവഹിത പ്രകാരമായിരിക്കണം ഒരു കാര്യത്തെ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കാര്യം അത് ലഭിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവഹിതപ്രകാരമായിരിക്കണം. ദൈവഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ്, ആ പ്രാർത്ഥനയ്ക്ക് ദൈവവചനത്തിന്റെ സപ്പോർട്ട് വേണം. ദൈവവചനത്തെ ചേർത്തും കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. മനസ്സിലായോ? ദൈവവചനത്തെ ചേർത്തും കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തെ ചേർത്തും കൊണ്ട് നമ്മൾ ഒരു വിഷയത്തെ പിതാവിനോട് പുത്രന്റെ നാമത്തിൽ അറിയിക്കുമ്പോൾ അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതല്ല നമ്മൾ എന്തെങ്കിലും എൻ്റെ ഹൃദയത്തിലുള്ള കുറെ ആഗ്രഹങ്ങൾ പറയല്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കൂ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. അപ്പോൾ അങ്ങനെ ദൈവഹിത പ്രകാരം, ദൈവവചന പ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഇവിടെ പറയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലതും എന്തില്ല, അവിടെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. നമ്മളെ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അവിടെ. ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നത്, നമുക്ക് അവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയുമില്ല. അവിടെയാണ് നമ്മൾ ദൈവഹിത പ്രകാരം ഒരു വിഷയത്തെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതാണ് ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ദൈവഹിത പ്രകാരം നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് കൊടുത്താൽ പിന്നെ നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട. അത് ദൈവഹിത പ്രകാരം ഉള്ളതാണെങ്കിൽ അതിനെ ഉളവാക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. വഴിയില്ലാത്തിടത്ത് അവൻ വഴി തുറക്കും. ഇനി ഹൃദയങ്ങൾ അനുകൂലമാക്കേണ്ടിടത്താണെങ്കിൽ രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നേർത്തോട് കണക്കിരിക്കുകയും തനിക്ക് അനുകൂലമാക്കേണ്ടിടത്തേക്ക് അതിനെ തിരിക്കുകയും ചെയ്യുന്നവനാ ദൈവം. ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ, ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാണെങ്കിൽ, കാരണം ദൈവഹിത പ്രകാരമുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. കാരണം അവന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. ആ വചനത്തിന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റം വരത്തില്ല. അതുകൊണ്ട് യേശുവിന്റെ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഒന്നും താൻ സ്വയമായിട്ടല്ല പറയുന്നത്, എല്ലാം
പിതാവിന്റെ ഹിതത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരം ലഭിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പലവിധമായ ആവശ്യങ്ങളുണ്ട് ഓരോ ദിവസവും. ആ ആവശ്യങ്ങളെ നമ്മൾ ദൈവത്തോട് സമർപ്പിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് ഉളവാക്കുവാൻ ദൈവത്തിന് സാധിക്കും. അല്ലെ? കഥ പറയുന്നില്ലേ, അപ്പം വിശന്നു കഴിഞ്ഞപ്പോൾ വിശന്നു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഈ കല്ലുകളോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ വേറൊരു ഭാഗത്ത് യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ എന്താണ്, ഈ കല്ലുകൾക്ക് ജീവൻ കൊടുക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സ് പറയുന്ന പോലെയല്ല, അതിനപ്പുറമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം നമ്മൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ശാന്തമായിട്ടിരിക്കണം. പിന്നെ ദൈവം പ്രവർത്തിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു, ഏൽപ്പിച്ചു, പിന്നെ ദൈവമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് പ്രവർത്തിക്കണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ പറയണം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. കേട്ടോ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തലത്തിലോട്ട് പ്രവർത്തിക്കുവാൻ ദൈവം മതിയായവനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പെട്ടെന്ന് ഞാൻ ഇടയിലോട്ട് അത് കയറി വന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ദൈവത്തോട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇത് സാധിക്കുമോ? അല്ലെ? നമ്മൾ അബ്രഹാമിനെയും സാറായെയും കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? സാറ വാർദ്ധക്യത്തിലായിരുന്നു. സാറ പറയുന്നുണ്ട്, മച്ചിയായ ഞാൻ ഇനി പ്രസവിക്കുമോ, എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തുനിന്ന് ചിരിക്കുക. അപ്പൊ അവിടെ ചോദിക്കുന്നുണ്ട്, സാറ നീ ചിരിച്ചു? അല്ല, ഞാൻ ചിരിച്ചില്ല. അല്ല, നീ ചിരിച്ചു. മനസ്സിലായോ? ഇത് പറയുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ വരുന്ന ഈ സമയത്ത് സാറ ഒരു കുഞ്ഞിനെ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല പ്രേമുള്ള. നമ്മുടെ കൊച്ചു ബുദ്ധി വെച്ചുകൊണ്ടൊന്നും ദൈവത്തെ അളക്കരുത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വിശ്വസിക്കുക. അത്ര മാത്രമേ വേണ്ടൂ നമുക്ക്. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നത് എന്തുകൊണ്ടാണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം എന്ത് പറഞ്ഞു അത് വിശ്വസിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ആകാശ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരാമെന്ന് പറഞ്ഞു, അത് വിശ്വസിച്ചു. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, ദൈവം പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവം. തന്നെ മഹത്വം ഒരു വ്യക്തികൾക്ക് വിട്ടുകൊടുക്കത്തില്ല, സ്തുതി വിഗ്രഹത്തിന് വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ അങ്ങേക്ക് മഹത്വം കിട്ടത്തക്ക രീതിയിൽ അങ്ങ് പ്രവർത്തിക്കണമേ. എൻ്റെ ആവശ്യത്തോടെ ഞാൻ സ്തോത്രത്തോടെ ദൈവമേ അങ്ങോട് അറിയിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വത്തിനകത്ത് തീരാൻ നീ സഹായിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കും. അങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതി ദൈവം പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ തിരികെ നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് തന്നെ വന്നു. അവിടെ പറയാണ്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ തേടണം, കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവമാണ്. ഈ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പാപം അവനെ പിന്നെയും വീഴ്ത്തുന്നു. വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞിട്ടും പിന്നെയും പാപത്തിന്റെ ആ ഒരു ശക്തി എന്നെ ഭരിക്കുന്നു. എനിക്ക് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? കർത്താവേ, ഞാൻ മടുത്തു പോകുന്നൊരവസ്ഥ. എന്നാൽ ഇതാണ് അതിന്റെ കാരണം. നമ്മുടെ ഉള്ളിൽ ആ പാപത്തിന്റെ പ്രമാണങ്ങൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. ദൈവത്തിന് കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ആ പാപത്തെ പൂർണ്ണമായിട്ടും ജയിച്ച് ജയാളിയായി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് അതാണ്, ഒരു വീണ്ടും ജനം പ്രാപിച്ച ഒരു വ്യക്തി. ഇന്ന് നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ ഈ വീണ്ടും ജനം പ്രാപിച്ച വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയാ, നാം അങ്ങനെ തന്നെയാകുന്നു. മനസ്സിലായോ? ഇവിടെ പറയാണ്, നാം എന്താകുന്നു? നാം അങ്ങനെ തന്നെയാകുന്നു, നാം ദൈവത്തിന്റെ മക്കളാകുന്നു. പലപ്പോഴും ഈ വീണ്ടും ജനം പ്രാപിച്ച് കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട്
ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടി നടക്കുന്ന വ്യക്തികൾ പാപം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഉള്ളിലുണ്ടാകുന്ന ഒരു തോന്നൽ എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ പൈതൽ തന്നെയാണോ? മനസ്സിലായോ? നമ്മൾ ദൈവത്തിന്റെ പൈതൽ തന്നെയാണ്. കാരണം പാപം ചെയ്തതുകൊണ്ട് ദൈവ പൈതൽ എന്നുള്ള ആ പദവിക്ക് മാറ്റം വരുന്നില്ല. അവിടെ സംഭവിക്കുന്നത്, തുർമാനമായി പാപം ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ വളരാൻ പറ്റത്തില്ല, വിശുദ്ധി പ്രാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം വരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അനുഭവത്തിൽ പോകാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ഈ വചനം കേൾക്കുന്നതും ദൈവവചനം പഠിക്കുന്നതും വായിക്കുന്നതും വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നതൊക്കെ നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തിലേക്ക് പോകാനല്ല. വചനം പറയുന്നുണ്ട്, നാം പിന്മാറി നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ദൈവം നമുക്ക് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി നമ്മൾ പറയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പിന്നെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ അത് തന്നെ ഉറപ്പായിട്ട് നമ്മൾ പറയാണ്. കുറ്റബോധത്തിനോ നിരാശയ്ക്കോ ഒരു പാപം ചെയ്തു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് വീണു എന്നുള്ളത് കൊണ്ടോ ഒന്നും ഈ പദവിക്ക് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. മറിച്ച് അവിടെ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ കൃപാസനത്തിലേക്ക് കടന്നു നിന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പാപം ചെയ്തെങ്കിൽ അത് അപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എത്ര വലിയ പാപമാണെങ്കിലും അതിനെ ജയിച്ചു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വീണ് കിടക്കുന്ന പാപം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കുറച്ച് ആൾ കഴിയുമ്പോഴാണ് അറിയുക, അയ്യോ, എന്നെ ഇതുപോലെ നിയന്ത്രിച്ചിരുന്ന, എന്നെ മുറുകെ പറ്റിയിരുന്ന പാപം ഇപ്പോൾ എന്നെ വിട്ടുപോയല്ലോ, ഇപ്പോൾ അതെന്നെ വശീകരിക്കുന്നില്ലല്ലോ, അതിന്റെ ശക്തി ക്ഷയിച്ചു പോയല്ലോ, ഞാനിപ്പോൾ ആ പാപത്തിൽ രസിക്കുന്നില്ലല്ലോ എന്ന് പിന്നെയാണ് അറിയുക. കാരണം അത് നമ്മളെ വിട്ടുപോയത് പലപ്പോഴും പെട്ടെന്ന് അറിയത്തില്ല. പതുക്കെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ഈ ഇരുട്ടിന്റെ പ്രമാണങ്ങളൊക്കെ വിട്ടുപോകാനായിട്ട് ഇടയായി. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം പ്രാപിച്ചൊരു വ്യക്തി പാപം ചെയ്യോ? ചെറുതൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ നേരത്തെ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, പാപം ചെയ്യുന്നല്ലേ പറഞ്ഞേ. പക്ഷെ വചനെന്തോ പറയുന്നത്? വചനെന്തോ പറയുന്നത്? ചിലപ്പോ പാപം ചെയ്യുന്നാണോ പറയുന്നത്? പാപം ചെയ്യില്ലെന്ന് പറയുന്നുണ്ടോ? അവനിൽ പാപം ചെയ്യില്ലെന്ന് വചനം പറയുന്നുണ്ടോ? പാപം ചെയ്യില്ലെന്നല്ല, പാപം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ടോ? അത് പാപം ചെയ്യുമെന്നാണോ പറയുന്നത്? എന്തെങ്കിലും പറയാം നിങ്ങള്. പാപം ചെയ്യില്ലെന്നോ പാപം ചെയ്യാൻ കഴിയില്ലെന്നോ വചനത്തിലൂടെയും പറയുന്നുണ്ടോ? ഒരു വീണ്ടും ജനം പ്രാപിച്ച വ്യക്തിക്ക് ചെയ്യത്തില്ല. ചെയ്യാൻ കഴിയില്ലെന്ന് എവിടെയും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. പക്ഷെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യുന്നില്ലേ? ചെയ്യുന്നില്ലേ? അല്ലല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ്ഡ് അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ പാപം നമ്മൾ ചെയ്യുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയത്തട്ടെ, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും. അപ്പൊ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല എന്നാണോ? അല്ലല്ല, വീണ്ടും ജനിച്ച വ്യക്തികളൊക്കെ പാപം ചെയ്യും. പക്ഷേ യോഹന്നാൻ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നോക്കിയേ, യോഹന്നാന്റെ ലേഖനം ഒന്ന് എടുത്തു കഴിഞ്ഞാല് അതിൽ വാക്യം തന്നെ കാണാം. അതിന്റെ എത്രാമത്തെയാണെന്നോട്ടെ, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഒന്ന് എഴുതി നോക്കിയാണ്. 1 യോഹന്നാൻ 2:1 വായിച്ചേ. 1 യോഹന്നാൻ 2:5 വായിച്ചോ. 5 ആരാ? അല്ല, വായിച്ചോ, ആരാണ്? 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിക്കണം, നിർത്തണേ. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേട്ടിട്ട് പറയണേ. നോക്കൂ, അല്ലെങ്കിൽ ഞാൻ പറയാം, ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പൊ എന്ത് ചെയ്യണം? പാപം ചെയ്യാനായിട്ട് പാടില്ല. പക്ഷെ ഇവിടെ പറയാ, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ പാപം ചെയ്യൂലോ, ഇല്ലേ സിസ്റ്ററെ?
ചെയ്യൂലോ, ചെയ്യുന്നല്ലേ പറയണേ. അപ്പൊ നമ്മളിപ്പോ വചനത്തിലല്ലേ പറയാം, പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്. നമുക്ക് നീതിമാനായ ഒരു സ്വർഗീയ പിതാവ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പക്ഷേ വചനം നമ്മളോട് പറയുന്നത് എന്തുവാ? അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഇതൊരു ബന്ധത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1 യോഹന്നാൻ 3:6 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കിയേ, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ വീണു എഴുന്നേറ്റും പാപം ചെയ്തും ഏറ്റുപറഞ്ഞും പാപം ചെയ്ത് ഏറ്റുപറഞ്ഞും പോകുന്ന ഒരു പരിപാടിയൊന്നും അല്ലത്. അതൊക്കെ ഒരു ചെറിയ ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. അതൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ജയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മൾ വിളിക്കുന്നത്. പറ്റാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് പറയാ, തുർമാനമായിട്ട് പിന്നെയും പാപത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പൊ നമ്മൾ പിന്നെയും പാപം ചെയ്ത് ഏറ്റുപറഞ്ഞ്, കർത്താവ് പാപം ചെയ്തു, ഏറ്റുപറഞ്ഞു, രക്തത്താൽ കഴുകി, പിന്നെയും പാപം ചെയ്തു, പിന്നെ ഏറ്റുപറഞ്ഞു, പിന്നെയും കഴുകി, ഇങ്ങനെ ദിവസം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനാണ് നമ്മൾ പോകുന്നത്. അല്ലല്ല, മനസ്സിലായി ഞാൻ പറയുന്നത്. ഇതൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ പിന്നെ പാപത്തിലല്ല പോകുന്നത്, മറിച്ച് വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന എന്നിൽ മറഞ്ഞു കിടക്കുന്ന പല പാപങ്ങളും വെളിപ്പെട്ട് വരുമ്പോൾ അതിൽ സന്തോഷിക്കല്ല ചെയ്യുന്നത്. അതിനെ ഏതു വിധേനയും കർത്താവിനിൽ നിന്ന് നീക്കിക്കളഞ്ഞ് രക്തത്താൽ എന്നെ കഴുകി കർത്താവെ ആ ഒരു അങ്ങ് ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ. ദാവീദ് പാപം ചെയ്തിട്ട് പാപം നാഥാൻ വന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോ ദാവീദ് സന്തോഷിച്ച് നൃത്തം ചെയ്യാണോ ചെയ്തത്? നിലമ്പാട് വീണു അവിടെ. മനസ്സിലായോ? നിലമ്പാട് വീണ് പിന്നെ ദാവീദ് അങ്ങനെ ഒരു പാപം ചെയ്തതായിട്ട് പറയണുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ? മറിച്ച് ദൈവം എന്തോ പറയുന്നത് അവനെ കുറിച്ച്? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മനസ്സിലായോ? അപ്പോ ഇവിടെ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാം സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വീഴാതെ നിങ്ങളെ സൂക്ഷിച്ച്, നിങ്ങൾ എന്തിനീ സൂക്ഷിക്കുന്നത്? പാപത്തിൽ നിന്നാണ് സൂക്ഷിക്കുന്നത്. തന്റെ മഹിമാസന്നിധിയിൽ എന്ന് പറഞ്ഞ തേജസ്സിൽ കളങ്കമില്ലാത്തവരായി, എന്തോ കളങ്കം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പ്രമാണങ്ങളെ പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് ആനന്ദത്തോടെ നിർത്തുവാൻ എന്ന് പറഞ്ഞ എന്തർത്ഥം? അവന്റെ ആ ദൈവികമായിട്ടുള്ള സന്തോഷത്തിന്റെ നിറവ്. നിങ്ങൾ നോക്കിയാൽ പാപത്തെ ജയിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മനസ്സിലായോ? ഭയങ്കര ഒരു അകത്ത് ഭയങ്കര നിറവും ദൈവശക്തിയൊക്കെ നിറയും പാപത്തെ ജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ദൈവം അതിനാ നമ്മൾ വിളിക്കുന്നത്, അതിനുവേണ്ടി കൃപ പകരുന്നത്, അതിനാ ദൈവശക്തി നമ്മുടെ മേൽ പകരുന്നത് കേട്ടോ. ഇവിടെ പറയാണ്, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അതിന് 3:9 എന്ന് വായിച്ചോ. യോഹന്നാൻ 3:9 ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ? ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. യോഹന്നാൻ ഇത് 2-ാം അധ്യായത്തിലാണ്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇത് മാത്രമല്ല, സർവ്വലോകത്തിനും തന്നെ. ഇത് ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമ്മൾ എന്ത് ചെയ്യണം? പാപത്തോട് വേർപെട്ടവനായി, വിശുദ്ധിയിൽ നടക്കുന്നവരായി, ദൈവഹിതം ചെയ്യുന്നവരായി, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തില് അതിന്റെ 3:9 2-ാം പാർട്ട് കൂടി ശ്രദ്ധിക്കണേ. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നിട്ട് പറയാം, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. നോക്കി എന്തോ എഴുതി വെച്ചിരിക്കുന്നത്. പാപം ചെയ്യില്ലെന്നല്ല, പാപം ചെയ്യാൻ കഴിയുകയുമില്ലെന്ന്. ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്നത്. എപ്പോഴും പാപം ചെയ്യാനുള്ളൊരു സാഹചര്യം എപ്പോഴും പിശാച് ഒരുക്കി തരും. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യൂല്ലെന്ന് അറിയത്തില്ലല്ലോ. മനസ്സിലായോ? ഒരു സാഹചര്യം എപ്പോഴും ഉണ്ട്. ആ സാഹചര്യത്തെ ജയിക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ കൃപ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ ജയിക്കുന്ന വ്യക്തികളെ ആയിട്ട്, അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇത് പറയാൻ സമയമില്ല, നമ്മുടെ സമയം തീർന്നു. ജയാളികളായവരെ ദൈവം സ്വീകരിക്കുന്നത്, ജയാളികളായവർ ദൈവസന്നിധിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ഞാൻ പറയുന്ന കാര്യം കൃത്യതയോടുകൂടി മനസ്സിലാക്കുക. നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു കാലയളവിൽ നമ്മളിൽ മറിഞ്ഞു കിടക്കുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ അകത്ത് മറിഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള
പാപശക്തികളൊക്കെ പലതും വെളിപ്പെട്ടു വരും. എന്നാൽ അതിനെല്ലാം കർത്താവ് എന്ത് ചെയ്യും? അതിനെല്ലാം നീക്കിക്കളയും. എന്ത്? ദൈവത്തിന്റെ കൃപ. മാത്രമല്ല പാപത്തെ ജയിക്കുന്ന, പാപം ചെയ്യാതെ ജീവിക്കുന്ന പുത്രനായ യേശുവിന്റെ അതേ സ്വരൂപത്തോട് ദൈവം നമ്മളെ അനുരൂപമാക്കി എടുക്കും. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ കർത്താവേ. അവനെ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നതുകൊണ്ട് ദൈവത്തിന് ജനിച്ചാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല എന്നുള്ളൊരു അനുഭവത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. എന്നാൽ കർത്താവെ, കേൾക്കുന്ന ആരും കുറ്റബോധത്തിലോ നിരാശയിലോ പോകാതെ ഏതെങ്കിലും കർത്താവെ മുറുകെ പറ്റുന്ന പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ, അതിനെല്ലാം ദൈവത്തിന്റെ കരുണ പ്രാപിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അതിനൊക്കെ ജയിച്ച് ജയാളിയായി ജീവിപ്പാൻ കർത്താവിന്റെ ആത്മാവിനെ നയിക്കപ്പെടാൻ എല്ലാവരും സഹായിക്കണമേ. നിങ്ങളുടെ ആത്മാവിനെ എല്ലാവരും അഭിഷേകം ചെയ്യണം. വചനത്തിലുള്ള വലിയ ദാഹത്താൽ നിറയ്ക്കണമേ. ആവശ്യങ്ങളിൽ അങ്ങയുടെ കരം കൂടിയിരിക്കണം. ദുഷ്ടതയിലപ്പെടാതെ കാക്കണം. ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരാൻ കർത്താവ് സഹായിക്കണമേ. ശബ്ദങ്ങളും ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.